അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട സീരിയലിന്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തെത്തുമ്പോഴുള്ള ഉണ്ണിച്ചേട്ടന്റെ അവസ്ഥ എന്താവും ആലോചിച്ചിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ നമ്മുടെ 26 വർഷമായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഇനി മുൻനിരയിലേക്ക് അല്ലെങ്കിൽ ഫേസ് കാണിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല ഇതിനിടയ്ക്കൊന്നും? ഞാൻ ഫസ്റ്റ് വരുന്ന അഭിനയിക്കാൻ വേണ്ടി, പക്ഷെ അത് നടന്നിട്ടില്ല. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മതിയാക്കി. എന്നെ കൊണ്ട് പറ്റില്ല, അഭിനയം നമുക്ക് പറ്റില്ല, നടക്കില്ല, നമ്മുടെ ഫേസൊന്നും വരില്ല എന്നുള്ള കണ്ടിട്ട്. പക്ഷെ എനിക്കിങ്ങനെ ഉണ്ണിച്ചേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നത് ജോണി ആന്റണി തന്നെയാണ്. എനിക്കെന്തോ അങ്ങനെ എക്സ്പ്രഷൻ ആണോ സംസാരത്തിന്റെ ഒരു ശബ്ദമാണോ എന്തോ എനിക്കങ്ങനെ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് വന്നപ്പോ തൊട്ട് ആലോചിക്കായിരുന്നു ആരാണെന്ന്. ഇപ്പൊ പിടികിട്ടി, ജോണി ആന്റണിയാണ്. ആള് ഡയറക്ഷനും ആക്ടിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആളല്ല. ഉണ്ണിച്ചേട്ടനും ആക്ടിങ്ങിലേക്ക് വരാം, പക്ഷെ ഓൾറെഡി ആക്ടിങ് ഉണ്ട്, എവിടെയോ തുടങ്ങി വെച്ചതായിട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഏതെങ്കിലും ചില ആർട്ടിസ്റ്റുകൾ ഈ സീൻ എഴുതി വരുമ്പോഴായിരിക്കും വരുന്നത്, ഇന്നൊരു സംഭവം വേണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരാളെ ആവശ്യം വന്ന ആളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ കയറി അഭിനയിക്കും, അങ്ങനെയാണോ? ഷൂട്ട് മുടങ്ങരുതല്ലോ, അതാണല്ലോ മെയിൻ. ആ സമയത്ത് നമുക്ക് അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാന്നൊന്നുമില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും അത് ആ ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട് കയറി അഭിനയിക്കും. ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യും അല്ലേ? അതാണ്